السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പ്രിയ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ ഈ റമളാനിലൂടെ അള്ളാഹുവിൻ്റെ തൃപ്തിയും മഗ്ഫിറത്തും പരലോക വിജയവും നേടുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ ഇവയൊക്കെ സാധാരണമാണ്. ഇത്തരം സന്ദർഭങ്ങളെ നേരിടാനുള്ള പ്രധാനപ്പെട്ട രണ്ട് ആയുധങ്ങളെ അള്ളാഹു നമുക്ക് സൂറത്തുൽ ബഖറയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 153 ആയത്തിൽ അള്ളാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനുസ്തഈനു ബിസ്സബ്രി വസ്സലാഹ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ എന്നാണ്. അഥവാ യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വസിച്ചവരെ, ഇസ്തഈനു നിങ്ങൾ സഹായം തേടുക, അള്ളാഹുവിൻ്റെ സഹായം തേടുക എന്നർത്ഥം. എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ സഹായം തേടേണ്ടത്? ബിസ്സബ്രി, ക്ഷമ കൊണ്ട്, ക്ഷമയിലൂടെ, വസ്സലാ, നമസ്കാരം കൊണ്ടും. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ് എന്നാണ് അള്ളാഹു അവിടെ പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ സത്യവിശ്വാസികൾ ജീവിക്കേണ്ടത് ഈ രണ്ട് തൂണുകളിലാണ്, ക്ഷമയുടെ, നമസ്കാരത്തിൻ്റെ തൂണുകളിൽ. ക്ഷമ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രതിസന്ധികളിൽ തളരാതെ പരാതിപ്പെടുന്ന മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ് ക്ഷമയുടെ ഉദ്ദേശം. ഏത് സന്ദർഭത്തിലും നമുക്ക് ക്ഷമ ഉണ്ടായിരിക്കണം. അതിലൊന്ന്, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ നമുക്ക് ക്ഷമ വേണം. ഇപ്പോൾ ചില കാഴ്ചകൾ നമ്മെ ഏറെ ആകർഷിക്കുന്നതാണ്. അത് കാണണമെന്ന് കണ്ണും മനസ്സും നമ്മോട് പറയും. പക്ഷേ അത് കാണാതെ മാറിപ്പോവാൻ സാധിക്കുക എന്നതിന് വലിയ ക്ഷമ അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മുറുകെ പിടിച്ച് ജീവിക്കാനും നമുക്ക് ക്ഷമ വേണം. ഇപ്പോൾ പ്രതിസന്ധിയുടെ, പ്രയാസത്തിൻ്റെ, ഭീതിയുടെ ഒരു ഘട്ടത്തിലാണ് നാം ഉള്ളത്, ഇന്നലെ പറഞ്ഞതുപോലെ. ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ ഒന്നും കുറക്കാനോ ഉപേക്ഷിക്കാനോ നമുക്ക് യാതൊരു ന്യായവും ഇല്ല. നമസ്കാരം കൃത്യമാവണം, ഖുർആൻ പാരായണം വളരെ നല്ല നിലക്കാവണം, നോമ്പ് നോൽക്കണം, പള്ളിയിൽ പങ്കെടുക്കണം, സ്വദഖ, ദാനം, ധർമ്മങ്ങളൊക്കെ എല്ലാം കൃത്യമായി തന്നെ ആ വിധത്തിൽ തുടർന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് ക്ഷമ അനിവാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഭൗതിക ജീവിതത്തിലെ ലാഭനഷ്ടങ്ങൾക്കപ്പുറത്ത് നിസ്കാരവും ക്ഷമയുമൊക്കെ അള്ളാഹുവിൻ്റെ പ്രതിഫലം നേടിത്തരുന്ന വലിയ മഹത്തായ കാര്യങ്ങളാണ് എന്ന ഉറച്ച ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾക്കൊക്കെ അറിയാണ്, എങ്കിലും അത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിൻ്റെ, സത്യവിശ്വാസിയുടെ കാര്യം വളരെ അത്ഭുതകരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്തുകൊണ്ടാണ്? ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവനുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും അവന് ഖൈറാണ്, ഗുണകരമാണ്. വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഇത്തരം ഒരവസ്ഥ സത്യവിശ്വാസിക്കല്ലാതെ മറ്റാർക്കുമില്ല. എന്ത് സംഭവിച്ചാലും മുഅ്മിനിനെ സംബന്ധിച്ച് അതവൻ്റെ ഖൈറാണ്. എന്താണത്? അത് ഇൻ അസാബത്തുഹു സറ, അവൻ്റെ ഒരു സന്തോഷം വരുമ്പോൾ
ആ സന്തോഷത്തിൽ അവൻ അഹങ്കരിക്കാതെ ശക്കറ, അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നു. ആ സന്തോഷത്തിൽ അവൻ അഹങ്കാരമില്ല, ആർമാദമില്ല, പരിധിവിട്ട സന്തോഷമില്ല. അള്ളാഹുവെ അവൻ ആ സന്ദർഭത്തിൽ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്തുതിക്കുന്നു എന്ന കാര്യത്താൽ ഫക്കാന ഖൈറല്ലഹു, ആ സ്തുതി അവന് ഗുണകരമായി മാറുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സന്തോഷമുണ്ടാകുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുക. നമ്മൾ മതിമറക്കുന്നില്ല, നമ്മൾ പരിധി വിട്ട് അഹങ്കരിക്കുന്നില്ല, ക്ഷമിക്കണം, നമ്മൾ അള്ളാഹുവിന് നന്ദി പറയും. അത് അവന് ഗുണകരമായി മാറുന്നു. ഇനി വഇൻ അസാബത്തുഹു ളറ, ഒരു പ്രയാസമാണ് അവനെ ബാധിക്കുന്നതെങ്കിൽ, ഒരു ബുദ്ധിമുട്ടാണ്, സങ്കടമാണ് ഒരു വിശ്വാസിക്ക് വരുന്നതെങ്കിൽ, സബറ, നോക്കൂ, അവൻ തളരാതെ ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. ആ കാര്യത്തിൽ അവൻ ക്ഷമിക്കുകയാണ്. ഫകാന ഖൈറല്ലഹു, അതും അവന് ഗുണമായി തീരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മനസ്സിന് ശക്തി നൽകുന്ന, പ്രതിസന്ധികളെ അതിജയിക്കാനും മറികടക്കാനുമുള്ള മനുഷ്യൻ്റെ ശക്തിയെക്കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിരാശ ഒട്ടുമേ ഉണ്ടാകരുത് എന്നാണ്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നാം തളരാതെ, പരിധിവിടാതെ, ക്ഷമയോടെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക സഹായത്തിനായി. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, യാ അയ്യുഹല്ലദീന ആമനുസ്തഈനു ബിസ്സബ്രി വസ്സലാ, നമസ്കാരമാണ്. നമസ്കാരം നമുക്കൊക്കെ അറിയും പോലെ അത് സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ബന്ധമാണ്, വളരെ അടുത്തൊരു ബന്ധമാണ്. ആ ബന്ധത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് മനസ്സിന് ആശ്വാസമാണെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രീതി ഇങ്ങനെയായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസ്സബഹു അംറുൻ, അള്ളാഹുവിൻ്റെ റസൂലിന് ഒരു പ്രയാസം ബാധിക്കുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു സങ്കടമുണ്ടാകുമ്പോൾ സ്വല്ല, പെട്ടെന്ന് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് നമുക്ക് കാണാം. അത് വലിയ ആശ്വാസമാണ് പ്രവാചകന് നൽകുന്നത്. കാരണം പിന്നീട് അള്ളാഹുവുമായിട്ട് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ അങ്ങ് ഏർപ്പെടുകയാണ്. എന്ന് മാത്രമല്ല, അവിടുന്ന് ഇങ്ങനെ പറയുമായിരുന്നു, യാ ബിലാൽ, അല്ലയോ ബിലാൽ, അഖിമിസ്വല, നീ ഒന്ന് ഇഖാമത്ത് കൊടുത്തേ. എന്തിനാണ്? അരിഹ്ന ബിഹി, നാം ഒന്ന് ആശ്വസിക്കട്ടെ. ഇഖാമത്ത് കൊടുക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷവും പിന്നെയോ ആശ്വാസവും ഉണ്ടാകുന്നത്. എന്തുകൊണ്ടെന്നാൽ അതുവരെ നമ്മൾ ഭൗതികമായിട്ടുള്ള പലവിധ കെട്ടുപാടുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോവുകയാണ്. പെട്ടെന്നൊരു നിമിഷം നമ്മൾ അള്ളാഹുവിലേക്ക് തിരിയുമ്പോൾ പടച്ചവരുമായിട്ടാണ് പിന്നെ നമ്മുടെ സംഭാഷണം. അങ്ങനെ പോയിട്ട് നമ്മൾ സുജൂദിലേക്ക് പോകുമ്പോൾ അഖ്റബുമാ യകൂനുൽ അബ്ദു, അല്ലേ, മിർ റബ്ബിഹി, ഒരു അബ്ദ്, അടിമ തൻ്റെ റബ്ബുമായി ഏറ്റവും അടുക്കുന്ന ഒരു സന്ദർഭം ആ നമസ്കാര മധ്യേ വരുന്നുണ്ട്. അതേതാണ്? വഹുവ സാജിദ്, അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ് അവൻ്റെ ഏറ്റവും ഉന്നതമായ പ്രൗഢിയുള്ള മുഖം നെറ്റി അത് ഭൂമിയിൽ തട്ടിച്ചു വെക്കുകയാണ്. എന്നിട്ട് അവൻ വിനയാന്വിതനാവുകയാണ്. ആ സന്ദർഭത്തിൽ നമ്മൾ നെറ്റി, മുഖം താഴെ മണ്ണിൽ വെക്കുമ്പോൾ ശരിക്ക് അർശിനോളം നമ്മുടെ മഹത്വം ഉയരുന്നു, നാം ഉയരുന്നു എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ആ സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്ത് വേണമെങ്കിലും പ്രാർത്ഥിച്ചോ, ഒരു സംഗതി അറബിയിലാവണം. പക്ഷേ അറബിയിൽ പറയാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും മനസ്സിൽ കൊണ്ടുവന്നിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ഉദാത്തമായ ഒരു നിമിഷമാണ് സുജൂദ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് ഇത്തരം ഘട്ടങ്ങളിൽ ആകുലതയല്ല, ബുദ്ധിമുട്ടും പ്രയാസവുമല്ല, ആവലാദികളുമല്ല, അള്ളാഹുവോട് നിരന്തരമായി ക്ഷമയിലൂടെ, അതുപോലെ തന്നെ നമസ്കാരത്തിലൂടെ, നമസ്കാരമൊക്കെ കൂടുതൽ ഏകാഗ്രതയുള്ളതാക്കി ഹൃദയ സാന്നിധ്യം കൊണ്ടുവന്ന്, ഭയപ്പാടുകളും വിൻസയിലും യുദ്ധവും ഒക്കെ മാറ്റിവെച്ചിട്ട് ഏറെ വിനയാന്യതരായിട്ട് അള്ളാഹുവിലേക്ക് മാത്രം, അവരുമായി സംഭാഷണത്തിലാണ് എന്ന ബോധ്യത്തിൽ മനസ്സിനെ ക്രമീകരിച്ച് ആ ഒരു ഏകാഗ്രതയും ഹൃദയ സാന്നിധ്യവും ഉണ്ടാക്കി നമസ്കരിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ മാറേണ്ടത്. ഇങ്ങനെയാകുമ്പോൾ എന്താ നേട്ടം എന്ന് നിങ്ങൾക്കറിയാമോ? അവസാനം ഇന്നല്ലാഹ മഅസ്സാബിരീൻ എന്നാണ് ആയത്തിൻ്റെ അവസാനം അള്ളാഹു പറയുന്നത്. തീർച്ചയായും അള്ളാഹു സ്വാബിരീങ്ങൾക്കൊപ്പമാണ്. അഥവാ
ക്ഷമിക്കുന്നവർക്കൊപ്പമാണ്. അള്ളാഹുവിൻ്റെ മഅയ്യത്ത് നിങ്ങൾ നോക്കിയാൽ പടച്ചവൻ്റെ മഅയ്യത്ത് അടുപ്പമാണ് അങ്ങനെ ജീവിക്കുന്നവർക്ക് കിട്ടുന്നത്. ഈ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു അടുപ്പം, അത് വെറും ഒരു സാന്നിധ്യമാണ് എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. അള്ളാഹുവിൻ്റെ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്നേഹമാണ്, അള്ളാഹുവിൻ്റെ സഹായമാണ്, അള്ളാഹുവിൻ്റെ സംരക്ഷണവുമാണ് എന്ന് നമ്മൾ അറിയുക. അതുകൊണ്ട് ഈ ഒരു പ്രത്യേക സന്ദർഭത്തിലും നമ്മൾ ക്ഷമ വിടാതെ, അള്ളാഹുവുമായിട്ടുള്ള ആ ഒരു അടുപ്പം വിടാതെ പ്രാർത്ഥനയും ക്ഷമയുമായി മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മേഖലയിൽ പശ്ചിമേഷ്യയിൽ ഒന്നടങ്കം ഭീതി വരുത്തിയ ഈ യുദ്ധ സാഹചര്യം അള്ളാഹുവെ നീ എളുപ്പം നീക്കി എല്ലാവർക്കും സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹ്. ഇതുമൂലം ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ജനലക്ഷങ്ങൾ അവർക്കെല്ലാവർക്കും നീ ആശ്വാസം നൽകണമേ റഹ്മാനെ. യുദ്ധം ആർക്കും ഗുണകരമല്ല. ഈ കാലഘട്ടത്തിലെ യുദ്ധം അത് അമേരിക്കക്ക് മാത്രമേ ഗുണകരമായിട്ടുള്ളൂ. കാരണം ആയുധ കച്ചവടമാണ്. ബാക്കി എല്ലാവർക്കും ഇത് നഷ്ടമാണ്. ഈ ദുരന്തത്തിൽ നിന്ന് സർവരെയും നീ കാക്കണമേ റഹ്മാനെ. നിരപരാധികൾ കൊല്ലപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് സർവരെയും നീ രക്ഷിക്കണമേ റഹ്മാനെ. ലാലിമ്യങ്ങളെ നീ പരാജയപ്പെടുത്തണമേ റഹ്മാനെ. ഞങ്ങളെ നോമ്പ് നീ സ്വീകരിക്കണമേ റഹ്മാനെ. ഈ നോമ്പ് കൊണ്ട് വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ അല്ലാഹുവേ. ഞങ്ങളെ നീ നരകമോചിതരിൽ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. ലൈലത്തുൽ ഖദർ കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وآله وصحبه وسلم. السلام عليكم ورحمة الله.